ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മെമ്പറാണ്. പക്ഷെ അവരങ്ങനെ ആയിരുന്നില്ല. പാർട്ടി പറയുന്നത് മാത്രമാണ് ആ മെമ്പർ ചെയ്തിരുന്നത്. ഏതൊരു കാരണവശാലും BJP വിരിയില്ല, താമര വിരിയില്ല. ഇത് നടക്കുന്നത് ഉമ്മൻചാണ്ടി ക്രൂശിച്ചതുപോലെ ഈ ഇലക്ഷനിൽ ശബരിമല പ്രശ്നം മറയ്ക്കാൻ വേണ്ടി മാത്രം ഇവർ കെട്ടിച്ചമച്ചു കൊണ്ടുവന്ന കേസാണ്. പക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാർട്ടിയായാലും ഞാനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അതാണ് കോൺഗ്രസിൻ്റെ നയവും. അതുകൊണ്ടാണ് കോൺഗ്രസ് പുറത്താക്കി. ശബരിനാഥൻ എന്ന് പറയുന്ന കാർത്തികൻ സാറിൻ്റെ മകനാണ്. അതിൻ്റെതായ ഒരു വെയിറ്റും പിന്നെ ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുമാണ്. എന്തുകൊണ്ടും ശബരിനാഥൻ്റെ പേര് മുൻനിർത്തി പ്രവർത്തിക്കുന്നത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ഒന്നാമത്തെ കാരണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്ന വാഴോട്ടുകോണം വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് P സദാനന്ദൻ ചേട്ടനാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. പ്രചരണമൊക്കെ എത്ര ഘട്ടം വരെയായി? എന്താണ് പ്രതീക്ഷ? വളരെ പ്രതീക്ഷയാണ്. ഈ വാർഡ് എന്തായാലും ശരി ഈ പ്രാവശ്യം UDF പിടിക്കും, അതിന് ഒരു സംശയവുമില്ല. അതായത് പ്രധാനപ്പെട്ട കാരണം മറ്റ് 2 സ്ഥാനാർത്ഥികളെ പലരുടെ ചിത്രം ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ എന്ത് വികസനം അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് കോൺഗ്രസ് വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ വാർഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ മെമ്പർ എന്ന് പറയുന്നത് സ്വന്തമായി പ്രവർത്തിക്കുക, പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കണ്ടില്ല. ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മെമ്പറാണ്. പക്ഷെ അവരങ്ങനെ ആയിരുന്നില്ല. പാർട്ടി പറയുന്നത് മാത്രമാണ് ആ മെമ്പർ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ജയിച്ചാൽ അങ്ങനെയല്ല. കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ പോലും പൊതുജന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കണ്ടുള്ള പുരോഗതിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. 2010 കോൺഗ്രസ് ആയിരുന്നു ഈ വാർഡിൽ വിജയിച്ചിരുന്നത്. 2015 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്റെ സഹോദരൻ LDF സ്ഥാനാർത്ഥി ആയതിനെ തുടർന്ന് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന് വെച്ചാളല്ലേ, അതിനെപ്പറ്റി എന്താണ്? അത് വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയും, എനിക്ക് അപ്പുറത്തെ കാച്ചാണി സീറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് പെൻഷനായി വന്ന സമയമാണ്, മനസ്സിലായില്ലേ? 2012-13 പെൻഷനായി വന്ന ഞാൻ ദൂര സ്ഥലങ്ങളിലായിരുന്നു ജോലികൾ, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ദൂരെ. അപ്പോഴേ ഈ ജനങ്ങളുമായിട്ടൊന്നും അത്ര ബന്ധമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഉടനെ കയറി നിൽക്കുമ്പോഴോ അവൻ ജോലി കഴിഞ്ഞ് വന്നതല്ലേ, അവന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവും. പക്ഷേ നേരെ മറിച്ച് 2015 എൻ്റെ അനിയൻ മരിക്കുന്ന സമയത്ത് എനിക്ക് കോൺഗ്രസ് സീറ്റ് തന്നിരുന്നുവെങ്കിൽ ഈ വിക്രമൻ്റെ ഭാര്യ നിൽക്കൂല, ഞാൻ തന്നെ അന്ന് നിന്ന് ജയിക്കുമായിരുന്നു. അപ്പോൾ വാഴോട്ടുകോണം എന്ന് പറയുന്നത് ഒരിക്കലും LDFന്റെ കുത്തക വാർഡല്ല. ഒരിക്കലും അല്ല, UDFന് സ്വന്തമാണ്. അപ്പം 2010 പോലെ വലിയൊരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണോ? ഉറച്ച വിശ്വാസം തന്നെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. അന്ന് ശക്തമായ ഒരു മത്സരത്തിൽ ഞങ്ങൾ അന്ന് ജയിച്ചു. അന്നാണ് ഈ യഥാർത്ഥത്തിൽ കോർപ്പറേഷനിലെ വാർഡ്. അതിനു മുമ്പ് പഞ്ചായത്തുകളെല്ലാം മിക്കവാറും എല്ലാ വർഷവും കോൺഗ്രസ് ആണ് ജയിക്കുന്നത്. അന്നത്തെ ഈ വാർഡിന്റെ പേര് വെള്ളയക്കടവെന്നാണ്. വെള്ളയക്കടവ് കോൺഗ്രസിന്റെ ഒരു പിന്തുണയില്ലാതെ ആരും ജയിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ആരോ ജയിച്ചെന്നല്ലാതെ വെള്ളയക്കടവ് വാർഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കുത്തക തന്നെ. അതിനെയാണ് അത് കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ അത് വാഴോട്ടുകോണം വാർഡായി മാറിയത്. ആ 2010-15 ആ കുത്തക എന്നിലൂടെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി പാർട്ടി കിടഞ്ഞു ശ്രമിക്കുകയാണ്. ഒരു സംശയമില്ല. മറ്റ് സ്ഥാനാർത്ഥികളുടെ ഡിബാക്കിനെ പറ്റി ഞാൻ പറയുന്നില്ല, അത് ജനങ്ങൾക്കറിയാം. അതൊരു മുൻഗണന തന്നെയാണ്. ഇപ്രാവശ്യം UDF ഇവിടെ ജയിച്ചിരിക്കും, ഒരു സംശയമില്ല. നിലവില് ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. 10 സീറ്റ് മാത്രമാണ് UDFനുള്ളത്. രണ്ടാം വലിയ കക്ഷി എന്ന് പറയുന്നത് BJP ആണ്. അപ്പൊ BJP ക്യാമ്പുകൾ പറയുന്നത് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിയുമെന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ചേട്ടന്റെ അഭിപ്രായം? ഒരിക്കലും വിരിയില്ല, ഒരിക്കലും ഏതൊരു കാരണവശാലും BJP വിരിയില്ല, താമര വിരിയില്ല. കാരണം അവർക്ക് ഒരുപാട് പേർക്കുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് നടന്ന ആത്മഹത്യ അതൊരു വലിയൊരു അവരൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇവിടെ തന്നെ എടുത്ത് നോക്കാം, അവർക്ക് പണമുണ്ട്, ആഡംബരം ഇഷ്ടം പോലെ പണം ഒഴുക്കുന്നത്. പക്ഷേ പറയുന്നത് പോലെയുള്ള അടിത്തട്ടിലുള്ള ജനങ്ങളില്ല. ഇവിടെ പ്രവർത്തിക്കുന്നതെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളത് പരിശോധിച്ചാൽ അറിയാം. മറ്റ് സ്ഥലങ്ങൾ പൈസയുണ്ട്, പൈസയുടെ ധാരാളിത്വം അത് ഈ 2 പാർട്ടിക്കുമുണ്ട്. ഈ 2 പേരും സാമ്പത്തികപരമായിട്ടും, ഞാൻ മറ്റു ചാനലായതുകൊണ്ട് പറയുന്നില്ല, അങ്ങനെ സാമ്പത്തികം. അതുകൊണ്ട് 2 പേരും നിങ്ങൾ ഈ ബോർഡുകളിൽ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, 2 പേരും തമ്മിലുള്ള മത്സരമാണ് ബോർഡുകൾ തമ്മിൽ. പക്ഷെ അങ്ങനെയുള്ള മത്സരങ്ങളിലൊന്നും ഞങ്ങൾക്ക് സാമ്പത്തികമില്ല. ഞങ്ങൾ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ വോട്ട് പിടിക്കും. ജനങ്ങളോടൊപ്പം നിന്ന്
ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ ഒരു ഭക്തനാണ്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, ഒരു സംശയവുമില്ല. എൻ്റെ അനിയനും അങ്ങനെയാണ് എടുത്തത്. ഈ UDF നിന്ന് ഈ സീറ്റ് പിടിച്ചെടുക്കാനുള്ള കാരണം അത് തന്നെയാണ്. അവൻ പറഞ്ഞ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം, മരിക്കുന്നവർ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഞാനും ഇപ്പോൾ പറയുന്നത്. തിരിച്ച് ഞങ്ങൾ സീറ്റ് പിടിക്കുകയും ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും, ഒരു സംശയമില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറയുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് കാര്യമായിട്ട് പറയുന്നത് CPM സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ള CPM വെട്ടിലാക്കിയിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉണ്ടായ ആരോപണങ്ങൾ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, അതൊക്കെ കോൺഗ്രസിന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന് നെഗറ്റീവായി വരുമെന്ന് തോന്നലുണ്ടോ? ഒരിക്കലും ഇല്ല. അതെങ്ങനെ വരും? എനിക്ക് 2 പൊമ്മക്കളാണ്. ഒരു തെറ്റ് കണ്ടാൽ അപ്പോഴും പ്രതികരിക്കണ്ടേ? വർഷങ്ങൾ കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം പറയാണ്. ഇത് ഉമ്മൻചാണ്ടി സാറിന് സംഭവിച്ച സംഭവമാണ്. ഉമ്മൻചാണ്ടി സാറിന് അന്ന് ഒരു ക്രൂസിറ്റില്ലേ, എന്ത് സംഭവിച്ചു? ഇപ്പം രാഹുൽ മാൻകൂട്ടം മാന്യനെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് നടക്കുന്നത് ഉമ്മൻചാണ്ടി ക്രൂശിച്ചതുപോലെ ഈ ഇലക്ഷനിൽ ശബരിമല പ്രശ്നം മറയ്ക്കാൻ വേണ്ടി മാത്രം ഇവർ കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന കേസാണ്. പക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാർട്ടിയായാലും ഞാനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അതാണ് കോൺഗ്രസിൻ്റെ നയവും. അതുകൊണ്ടാണ് കോൺഗ്രസ് പുറത്താക്കി. പക്ഷേ അവൻ ചെയ്ത തെറ്റെന്താണ്? അന്ന് സസ്പെൻഷൻ നിർത്തിയ സമയത്ത് അവൻ തിരിച്ചു വന്ന് ഇവരിത് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പാലക്കാട് വന്ന് പാർട്ടിക്ക് അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായിരുന്നുവെങ്കിൽ പാർട്ടി പറയുന്ന അനുസരിക്കുമായിരുന്നു. ഇവിടെ കേസിന്റെ വിധി വന്നതിന് ശേഷം അതിൻ്റെ രീതിയിൽ അവന് സ്ഥാനം കിട്ടും. അതല്ല, എന്തായാലും ശരി, അവൻ കോൺഗ്രസ് യഥാർത്ഥ ഒരു കോൺഗ്രസ്സാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നത് പാർട്ടി പറയുന്ന അനുസരിക്കണം. യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ് എന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് അപമാനമാണോ രാഹുൽ? ഒരു പരിധി വരെ സംശയമില്ല. കാരണം എന്താ അറിയാം, പാർട്ടിയാന്ന് പറയുന്നതാണ് സസ്പെൻഡ് ചെയ്തു, നിങ്ങൾ മാറി നിൽക്കണം, തൽക്കാലത്തേക്ക് മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി, ഒരു പാർട്ടി പ്രവർത്തകൻ, പാർട്ടിയോട് കൂറുള്ള ഒരു വ്യക്തി ഒരിക്കലും ഇത് കാണിക്കില്ല. ഇതിപ്പോൾ ഈ പ്രശ്നം വരാനുള്ള കാരണം എന്താണ്? പാലക്കാട് ചെന്ന് വെല്ലുവിളിച്ചേണ്ടല്ലേ. അപ്പോഴേ സന്ദർഭം ശബരിമല കേസും കൂടെ വന്ന് എടുത്തടിച്ചു കൊടുത്ത്, ഇതാണ് സംഭവം, അല്ലാതെ ഒന്നുമല്ല. തെറ്റ് ഇന്നല്ലെങ്കിൽ, തെറ്റ് ഞാനായാലും ആരായാലും ശരി, തെറ്റ് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. പക്ഷെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ മനസ്സിലായില്ലേ, തെറ്റ് ചെയ്തില്ലെങ്കിൽ പുറത്തു വരും. അതേപോലെയാണ് എന്നും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്ന, പക്ഷെ ചെയ്ത കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. പാർട്ടി പറയുന്ന കാര്യം അനുസരിച്ചില്ല, കുറേ ആളുകൾ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ അതിൻ്റെ കൂടെ നടന്നതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ സംഭവിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എന്താണ്, കോൺഗ്രസിന് ഒരു സ്റ്റാർ ക്യാമ്പയിനർ ഉണ്ട്, എന്താണ്, മേയർ സ്ഥാനാർത്ഥിയെ ശബരിനാഥൻ. അപ്പൊ ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്ക് ഗുണകരമാകുമെന്ന് കരുതുന്നുണ്ടോ? സംശയം ഉണ്ട്. ശബരിനാഥൻ എന്ന് പറയുന്ന കാർത്തികൻ സാറിന്റെ മകനാണ്. അതിൻ്റെതായ ഒരു വെയിറ്റും പിന്നെ ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുമാണ്. എന്തുകൊണ്ടും ശബരിനാഥന്റെ പേര് മുൻനിർത്തി പ്രവർത്തിക്കുന്നത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ഒന്നാമത്തെ കാരണം. പിന്നെ മറ്റു കാരണങ്ങളെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, സ്ഥാനാർത്ഥി നിശ്ചയിച്ചേക്കെന്ന് പറഞ്ഞുതരാം. അവരന്വേഷിച്ച് ഇന്നത്തെ കണ്ടീഷനിൽ ഈ വാർഡിൽ ആര് നിന്നാൽ ജയിക്കും, ഞാനൊരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പോയതല്ല, പാർട്ടി കണ്ടുപിടിച്ചാണ് ശരി ഇന്നയാൾ നിന്നാൽ ജയിക്കും, അങ്ങനെയാണ് എനിക്ക് സ്ഥാനാർത്ഥം കിട്ടിയത്. ഇത് ഈ വർഷത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. 1-2 വാർഡിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം വാർഡുകളിലും ആ നിയോജക മണ്ഡലത്തിലെ ആൾ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം UDF പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്. അതുകൊണ്ട് മാത്രമല്ല, ഈ 10 വർഷക്കാലം അത് പറയണോ? ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു മുഖ്യമന്ത്രി പണ്ട് കരുണാകരൻ സാറ് പോകുമ്പോൾ 2 ജീപ്പ് ഫ്രണ്ടും പിറക്കിനും പയ്യന് കാണിച്ച അട്ടഹാസം ഇന്ന് ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. പഴയ ആളെയൊക്കെ അറിയാം, നിങ്ങൾക്കൊന്നും മനസ്സിലാവും, ഞങ്ങൾക്കറിയാം. ഫ്രണ്ടും ബാക്കും ഓരോ പൈലറ്റ് വിട്ടതിന് ഇവർ കാണിച്ച അട്ടഹാസം. ഇന്ന് എത്ര വണ്ടി? പിന്നെ മുഖ്യമന്ത്രി ആഡംബരം. എന്താണ് ഇവിടുത്തെ സാമ്പത്തികമില്ല. ഉമ്മൻചാണ്ടി പോകുമ്പോൾ 1,64,500 കോടി കടം, പൊതുകടം. എന്നോട്ടൊന്ന് മനസ്സിലാക്കിക്കോളും. 1957 മുതൽ 2016 വരെയുള്ള പൊതുകടം എന്ന് പറയുന്നത് 1,65,000 കോടി. ഇന്ന് അത് എവിടെ എത്തിയിരിക്കുന്നു? 6.5 കോടിയിലേക്ക് മാറി. ഇവിടെ എന്തൊരു വികസനം ചെയ്ത്? കേരളത്തിൽ എന്തെങ്കിലും വികസനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് UDF മാത്രമേ ചെയ്തിട്ടുള്ളൂ.
ഇവർ ഭരിച്ച കാലത്ത് ഒരു വികസനവും പറയത്തക്കുള്ള ഒരു വികസനവും ഇവർ ചെയ്തിട്ടില്ല. ഇവരിപ്പം കൊട്ടിഘോഷിക്കും മറ്റവർ ചെയ്ത കാര്യങ്ങൾ. നിങ്ങൾക്കറിയാമല്ലേ, വിഴിഞ്ഞം ബോട്ട് വന്നപ്പോൾ ഇവരെന്താണ് പറയുന്നത്? 70,000 കോടിക്ക് 6,000 കമ്മീഷൻ മാറ്റുന്ന, അതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഭരിക്കുമ്പോൾ ഒരു നയവും വെളിയിറങ്ങുമ്പോൾ ഒരു നയവും. അതാണ് ഈ LDF എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടി. ഒരു സംശയമില്ല. 2010 കോൺഗ്രസിനുണ്ടായ പോലെ വലിയൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.